നമ്മളൊക്കെ ഫോട്ടോഗ്രാഫിയിൽ വരുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തു നിന്നാണ്. അതായത് നമ്മൾ കളർ ലാബ് ഒന്നുമില്ല, നമ്മുടെ ഓഫീസിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പിന്നെ കളർ ലാബിലേക്ക് ഫിലിമിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി ഞങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തൊരു സമയം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ലാബിൽ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ തരുമ്പോഴത്തേക്ക് ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾക്ക് കിട്ടുന്നൊരു സന്തോഷം, നമ്മൾ ആ ഫോട്ടോ തൊടുമ്പോഴും നമ്മളത് കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പിന്നീട് ഡിജിറ്റലിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയോ ഈ ഒരു ശില്പം എന്ന് പറയുന്ന ആ ഒരു സ്കൾപ്റ്റിംഗ് എന്നിലേക്ക് വരികയും നമ്മളുടെ വർക്ക്, നമ്മളുടെ ക്രിയേറ്റീവ് എന്താണ് നമ്മൾ ചെയ്യുന്ന സാധനത്തിന് തൊടാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വേറൊരു ഡിഫറെൻറ്റ് ഫീലായിട്ട് എനിക്ക് തോന്നി. ഇതൊരു 3 ഡയമെൻഷണൽ ഫീലാണ്. നമ്മളുടെ ഒരു ശില്പം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളിലൂടെയാണ് ആ ആർട്ട് വർക്ക് വളരുന്നത്. ഒരിക്കൽ ഇവിടുത്തെ പഴയ ഒരു വൈൻഡിങ് ക്ലോക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അഴിച്ചപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് അതിൻ്റെ ചക്രങ്ങളും അങ്ങനെയൊക്കെ ഒരു ക്ലോസപ്പ് ഫോട്ടോഗ്രാഫി എനിക്കൊരു താല്പര്യമുണ്ട്. കേടായിരിക്കുന്ന ഫോട്ടോഗ്രാഫി ഒരു ക്ലോക്കായിരുന്നു. അപ്പം ഞാൻ അത് അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സ്പ്രിങ് എനിക്ക് അഴിച്ചെങ്കിൽ അത് തിരിച്ചു വയ്ക്കാൻ പറ്റിയില്ല. ഈ സ്പ്രിങ് വെറുതെ റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആ സ്പ്രിങ് ആണ് എനിക്കൊരു ശില്പമായിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ളൊരു തോട്ട് വരും. ഒരു താറാവിൻ്റെ ശില്പമുണ്ട്, സ്വർണ്ണം മുട്ടയിടുന്ന താറാവിൻ്റെ ഒരു സാധനം. അത് നമുക്ക് എല്ലാവർക്കും കഥ അറിയാം. പക്ഷെ അത് ഏറ്റവും ആ താറാവിനെ കൊന്നുകളയുക എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റി നശിപ്പിക്കുന്ന എൻ്റെ ഒരു ഫീൽ അതായിരുന്നു. അപ്പം ആ ഒരു താറാവിനെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ശില്പമുണ്ട്. അതായത് ആ താറാവ് പിന്നെ കത്തി ചവിട്ടി പിടിച്ചിട്ട് നോട്ട് അഗെയിൻ എന്നാണ് ആ ശില്പത്തിന് പേരിട്ടത്. വെള്ളമില്ല, മരങ്ങൾക്കും വെള്ളമില്ല. നമ്മൾ മരങ്ങളെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ഒരു മരം വന്നിട്ട് ഒരു പൈപ്പിനോട് വെള്ളം ചോദിക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ ഒരു തോട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ചിന്തകൾ നമുക്ക് ഒരു ശില്പങ്ങളാക്കി മാറ്റുമ്പോൾ ഭയങ്കര പ്ലാൻഡ് എന്നുള്ള അങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് MC-യിലായിരുന്നു. പിന്നീട് ഇപ്പോൾ എല്ലാം കൂടുതൽ ചെയ്യുന്നത് ബ്രോൺസിലാണ്. ഇത് ഞാൻ ഇന്നേ വരെ ശില്പം ഉണ്ടാക്കുന്നത് വേറൊരാളുണ്ടാക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രാകേഷ് ഏട്ടൻ്റെ ഓരോ ശില്പങ്ങളും തൻ്റെ ഓരോ ചിന്തകളാണ്. ക്യാമറമാൻ അഭിലാഷ് ചിറക്കടവിനും ജോബിൻ തേക്കടിക്കുമൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.